ബ്രെയിൻ ഫോഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. നിങ്ങളൊരു റൂമിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ റൂമിലോട്ട് കയറി ചെന്നതെന്ന് നിങ്ങൾ മറന്നു പോകാം. ഇനി ഒരു കാര്യം ചെയ്യാനായി മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യം വിട്ട് മൊബൈൽ വെറുതെ ഒരു 10-30 മിനിറ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി വഴിയിൽ വെച്ച് നിങ്ങൾ ടോട്ടലി ബ്ലാങ്ക് ആയി പോവുക. ഒരു കാര്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എന്താണ് വായിച്ചത് എന്ന് മറന്നു പോവുക. ഒട്ടുമിക്ക ദിവസങ്ങളിലും കീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ വാളറ്റ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് മറന്നു പോവുക. നിങ്ങളുടെ ബ്രെയിൻ വളരെ സ്ലോ ആയിട്ട് പെർഫോം ചെയ്യുക, ഏതാണ്ട് ഒരു ലോ ബാറ്ററി മോഡിൽ പെർഫോം ചെയ്യുന്ന പോലെ. സാധാരണ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോടോ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ കോൺവെർസേഷനിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റാതിരിക്കുക. വളരെ ചെറിയ തീരുമാനങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്താൻ പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക. എത്ര ഉറങ്ങിയാലും മതിയായിട്ടില്ല, ഇപ്പോഴും ക്ഷീണമാണ് എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരിക. പിന്നെ ചായ അല്ലെങ്കിൽ കോഫി ഇതില്ലാതെ നിങ്ങൾക്കൊരു ഫങ്ഷണലായി വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെയിൻ ഫോഗിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ശരീരം നൽകുന്ന സിഗ്നൽസാണ്. എങ്ങനെ ഈ ബ്രെയിൻ ഫോഗിൽ നിന്നും ഓവർകം ചെയ്യണം? വെറും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. നന്നായി ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, അത്യാവശ്യം എക്സസൈസ് ചെയ്യുക, മനസ്സിന് നല്ലൊരു ബ്രേക്ക് കൊടുക്കുക, ക്ലാരിറ്റി തിരിച്ചു വരും. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത്? കമൻറ്റ് ചെയ്യൂ.